നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 കളി നടക്കുന്നത്. തീ പറക്കുന്ന പോരാട്ടം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ലോക ഫുട്ബോളിലെ രണ്ട് മികച്ച ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. രണ്ട് ടീമിൻ്റെയും ഇപ്പോഴത്തെ ഫോം ഗൈഡ് നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് അവസാനമായി കളിച്ച 5 കളികളിൽ 3 വിജയിച്ചു, 2 സമനില. സിറ്റിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവസാനം കളിച്ച 5 കളികളിൽ അവരും പരാജയപ്പെട്ടിട്ടില്ല. 3 വിജയവും 2 സമനിലയും. ഇനി ഹെഡ് ടു ഹെഡിൻ്റെ റെക്കോർഡ് നോക്കുക. 10 കളികൾ ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇത് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന കണക്കാണ്. ആ 10 കളികളിൽ റയലിൻ്റെ വിജയം 3 വട്ടം, സിറ്റിയുടെ വിജയം 4 വട്ടം. 3 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. സിറ്റി റയലിൻ്റെ വലയിലേക്ക് 17 ഗോളുകൾ അടിച്ചു കയറ്റിയപ്പോൾ റയൽ തിരികെ 14 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഏതായാലും പഴങ്കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് എന്ത് നടക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പെപ് ഗാർഡിയോളയോട് ഈ കളിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മികച്ച ഒരു പോരാട്ടം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തവണ ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വീണ്ടും ചെയ്യാൻ പറ്റും. റയൽ മാഡ്രിഡിനെ 2 തവണ തുടർച്ചയായി പരാജയപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. അവർക്ക് തീർച്ചയായിട്ടും വളരെ പ്രൈഡുള്ളൊരു ടീമാണ്. അവർ വളരെ സ്മാർട്ടായിട്ടായിരിക്കും കളിക്കുക. സോ എന്ത് സംഭവിക്കും സെക്കൻഡ് ലെഗിൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ വിജയിച്ചു. അങ്ങനെ വിജയിക്കുമ്പോൾ അവർ മോശക്കാരാണ് എന്നല്ല അതിനർത്ഥമുള്ളത്. ഞങ്ങൾ അവരെക്കാൾ ബെറ്റർ ആയിരുന്നു എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ മാഡ്രിഡ് ബാഡ് ആണ് എന്നല്ല. അവരുടെ ക്ലബിൽ എപ്പോഴും അവരെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്, അവർ നന്നായില്ല എന്നുള്ളത് കൊണ്ട് തോറ്റു എന്ന്. ബട്ട് ഐ തിങ്ക് ഡിഫറൻ്റ്ലി ദേ വെർ നോട്ട് ബാഡ് ബട്ട് വി വെർ ബെറ്റർ എന്നാണ് പെപ് ഗാർഡിയോളയുടെ അഭിപ്രായം. അതേസമയം കാർലോ ആഞ്ചലോട്ടിയുടെ 200ാമത്തെ മത്സരം, UCL 200ാമത്തെ മത്സരം, അദ്ദേഹം പറയുന്നു ഇത്രയധികം മത്സരങ്ങളൊക്കെ പരിശീലകനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓരോ കളിക്ക് മുമ്പും ഐ സ്റ്റിൽ ഗെറ്റ് വെരി നെർവസ്. അത് കളിയുടെ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ കൂടിക്കൂടി വരും. പേഴ്സണൽ ലെവലിൽ ഞാൻ അങ്ങനെയാണുള്ളത്. എന്തായാലും അതൊക്കെ ഈ ജോബിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നു എന്നത് കാണിക്കുന്നതാണ് ആ ഒരു അനുഭവം. എന്തായാലും ഈ ഒരു മത്സരം വിജയിക്കണമെങ്കിൽ മെൻ്റൽ സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഫിസിക്കലി അതുപോലെ തന്നെ സൈക്കോളജിക്കലി 2 തരത്തിലും പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആണ് ഈ ഗെയിമിന് പോകുമ്പോൾ. വി സർട്ടൻലി ഹാവ് ഇനഫ് ക്വാളിറ്റി ടു കോമ്പീറ്റ് എന്ന് കൂടി കാർലോ ആഞ്ചലോട്ടി പറയുമ്പോൾ ഫുട്ബോൾ ലോകത്തെ 2 മാസ്റ്റർ ടാക്ടീഷ്യൻസ് തമ്മിലുള്ള പോരിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത്. 2 ടീമിലും അനവധി സൂപ്പർ താരങ്ങളുമുണ്ട്. ഒരു കടുത്ത പോരാട്ടം, ഒരു ക്ലാസിക് പോരാട്ടം ഇന്ന് കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.